ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഗ്രീഷ്മാസ് വ്ലോഗിലേക്ക് സ്വാഗതം. വീഡിയോ ഒക്കെ കണ്ട് എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പൊ ഓണം അടുത്ത് വന്നില്ലേ, എല്ലാവരും ഡ്രസ്സൊക്കെ എടുത്തോ. ഞങ്ങൾ ഇന്ന് ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോവാണ്. മഞ്ചേരി കസവ് കേന്ദ്രയ്ക്കാണ് വന്നിട്ടുള്ളത്. ഭയങ്കര തിരക്കുണ്ടായിരുന്നു കേട്ടോ. ഡ്രസ്സ് എടുക്കാൻ കയറുന്നതിന്റെ മുന്നേ തന്നെ അതിന്റെ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു സ്വീറ്റ് കോൺ. അത് കണ്ടപ്പോൾ പിന്നെ ആദൂന് അത് കഴിക്കണം നിർബന്ധം. വാങ്ങി കൊടുത്തില്ലെങ്കിൽ പിന്നെ ഉറപ്പായിട്ടും അവിടെ വന്ന് ഡ്രസ്സ് എടുക്കുമ്പോൾ നമ്മൾ ഒന്നിനും സമ്മതിക്കില്ല. അവന് സെലക്ട് ചെയ്യാൻ തന്നെ അവൻ നിന്ന് തരില്ല. അതുകൊണ്ട് പിന്നെ സ്വീറ്റ് കോണൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി അകത്തോട്ട് കയറിയത്. ഡ്രസ്സ് സെലക്ട് ചെയ്തപ്പോൾ നമ്മൾ പിന്നെ വീഡിയോ ഒന്നും വല്ലാതെ എടുത്തിട്ടില്ല. എല്ലായിടത്തും നല്ല തിരക്കായിരുന്നു. പെട്ടെന്ന് എടുക്കട്ടെ, നേരം ഞങ്ങൾ 3:30 ആകുമ്പോഴാണ് പോയത്. അപ്പോൾ വേഗം പർച്ചേസ് കഴിഞ്ഞ് പോരണം എന്നുള്ള ഇതും ഉണ്ടായിരുന്നു. അതുകൊണ്ട് വേഗം തെരഞ്ഞെടുത്തു. പിന്നെ എല്ലായിടത്തും തിരക്കാവുകൊണ്ട് നമുക്ക് എടുക്കാനും ഒരു ബുദ്ധിമുട്ട്. കുറച്ച് അവിടെ ഇവിടെ മാത്രമേ എടുത്തിട്ടുള്ളൂ. അങ്ങനെ പർച്ചേസിംഗ് ഒക്കെ കഴിഞ്ഞ് 6 മണി ആയപ്പോഴേക്കും ഞങ്ങൾ കസവന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ നേരെ ചായ കുടിക്കാൻ വേണ്ടി കയറി. അവിടേക്ക് അനുവിനോട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കസവെന്ന് പിന്നെ അമ്മയ്ക്കും അനുവിനും തിരഞ്ഞിട്ട് എനിക്ക് അവരില്ലാതെ നോക്കണ്ടെന്നൊരു ഇതും ഉണ്ടായിരുന്നു. പിന്നെ തിരഞ്ഞിട്ടോട്ട് എനിക്ക് പറ്റിയതും തോന്നിയില്ല. അപ്പം എന്നാൽ അവരുണ്ടായിക്കോട്ടെ നേരിട്ടാണ്ട് എടുക്കാതെ അവിടെ നിന്ന് പോകുന്നത്. പിന്നെ അനു മഞ്ചേരി ഉണ്ടായപ്പോൾ പിന്നെ അവളെ വിളിച്ചു വരുമോ ചോദിച്ചപ്പോൾ അവൾ വരാമെന്നും പറഞ്ഞുകൊണ്ട് ഞാൻ പിന്നെ ഫാമിലിയിൽ നിന്ന് കയറാമെന്ന് കരുതി. പിന്നെ ഫാമിലിയിലാണ് കയറിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടുന്ന് പിന്നെ നോക്കിയിട്ട് അനുവിന് കിട്ടിയില്ല, അമ്മയ്ക്ക് കിട്ടി. അപ്പോൾ പിന്നെ അത് മാത്രം എടുത്തുകൊണ്ട് ഞങ്ങൾ പോന്നു. പിന്നെ എല്ലാം കഴിഞ്ഞ് തിരിച്ച് വീട്ടിലെത്തിയപ്പോഴേക്കും 8 മണി ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മളെടുത്ത ഡ്രസ്സുകൾ കാണാം. ഇത് അബിക്ക് എടുത്തതാണ് ഷർട്ടും പാൻറ്റും. പിന്നെ അത് അമ്മേൻ്റെ സാരിയാണ്. ഇവിടുത്തെ അമ്മേൻ്റെ സാരിയും ബ്ലൗസ് പീസും ആണുള്ളത്. പിന്നെ ഇത് ഷിബേൻ്റെ ഒരു ടീഷർട്ടും ഷർട്ടും ഒരു പാൻറ്റുമാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഇത് എൻ്റെ അച്ഛന് വേണ്ടി എടുത്തതാണ് മുണ്ടും ഷർട്ട് പീസും. ഇത് പിന്നെ ഇവിടുത്തെ അച്ഛൻ എടുത്തതാണ് ഷർട്ട് പീസ്. പിന്നെ 2 ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് ആദൂൻ്റെയാണ്. ഒരു ഷർട്ടും ഒരു ടീഷർട്ടും ഒരു പാൻറ്റുമാണ് അവനും എടുത്തിട്ടുള്ളത്. പിന്നെ അല്ലുവിൻ്റെയാണ്. അവനും ഇതേപോലെ തന്നെ ഒരു ഷർട്ട് ഒരു ടീഷർട്ട് പാൻറ്. പിന്നെ അവന് മുണ്ട് വേണമെന്ന് കുറേ ആയി പറയണം. അങ്ങനെ ഒരു കസവിൻ്റെ മുണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്ക് നമ്മൾ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ പിന്നെ അനുവിനെയൊക്കെ വിളിച്ച് ഫാമിലിയിൽ നിന്ന് എടുത്തിട്ടുള്ളത്. ഇത് എൻ്റെ അമ്മയ്ക്കുള്ളതാണ് ചുരിദാർ. അനിയത്തിക്ക് അവിടെ നിന്ന് നോക്കിയിട്ടും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾക്ക് എടുത്തില്ല. പിന്നെ എൻ്റെത് ഞാൻ ഓൺലൈനിൽ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ആൾട്ടർ ചെയ്യാൻ കൊടുത്തിട്ടുണ്ട്. പിന്നെ എല്ലാവർക്കും 2 കൂട്ടെടുത്തത് വീട്ടിൽ നിന്ന് അച്ഛനും ഓണക്കോടി വാങ്ങാൻ വേണ്ടി പൈസ അയച്ച് തന്നിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. അബിക്ക് എടുത്തത് ഒന്ന് ഡ്രസ് കോഡിന് വേണ്ടിയിട്ട് അവൻ്റെ സ്കൂളിലൊന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ്. എനിക്ക് പിന്നെ ഞാൻ എടുത്തിട്ടില്ല. പിന്നെ എപ്പോഴേലും വാങ്ങാമെന്ന് കരുതി. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു ഞങ്ങൾ ഡ്രസ്സ് എടുക്കാൻ പോയ വിശേഷങ്ങളും. ഇതൊക്കെ ഓണക്കോടി എല്ലാവരും എടുത്തെന്ന് കരുതുന്നു. അപ്പോൾ ഞങ്ങളുടെ വീഡിയോ ഒക്കെ എല്ലാവരും കണ്ട് ഞങ്ങളിന്ന് സപ്പോർട്ട് ചെയ്യുക. അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. അതുവരേക്കും ബായ്.